മറ്റൊരു വാർത്തയിലേക്ക് കടന്നാൽ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോർന്നതിന്റെ ഞെട്ടലിൽ ഇന്ത്യ സഖ്യം. മഹാരാഷ്ട്രയിൽ നിന്നടക്കം വോട്ട് ചോർന്നുവെന്നാണ് നിഗമനം. പ്രതീക്ഷിച്ചതിനേക്കാൾ 14 വോട്ടുകൾ അധികം നേടിയാണ് CP രാധാകൃഷ്ണൻ രാജ്യത്തിന്റെ 15ാം ഉപരാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ER രാഗേഷ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ER, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയാം, ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നത് അല്ല, അതിനപ്പുറം കണക്കുകൾ നോക്കുമ്പോൾ വിജയിക്കാൻ സാധിക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ പോലും കരുത്ത് കാട്ടുക എന്നതായിരുന്നു ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഏറെ പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ എവിടെയാണ് ഇന്ത്യ സഖ്യത്തിന് പിഴച്ചത്? ആര്യ, ധാർമ്മിക വിജയം എന്നൊക്കെ തന്നെയാണ് ഇന്ത്യ സഖ്യം ഇപ്പോൾ അവകാശപ്പെടുന്നെങ്കിൽ പോലും വോട്ട് ചോർന്നിട്ടുണ്ട്, വോട്ട് NDA സ്ഥാനാർത്ഥിക്ക് പോയിട്ടുണ്ട് എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് ഇന്ത്യ സഖ്യമുള്ളത്. കാരണം 150-ൽ താഴെ മാത്രമേ ഭൂരിപക്ഷം CP രാധാകൃഷ്ണൻ ലഭിക്കുമായിരുന്നുള്ളൂ. പക്ഷേ വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ 152 വോട്ടുകൾക്കാണ് CP രാധാകൃഷ്ണൻ വിജയിച്ചിരിക്കുന്നത്. കാരണം 752 വോട്ടുകളാണ് സാധുവായി കണക്കാക്കിയത്. അതിൽ 452 വോട്ടുകൾ NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ നേടി. സുദർശൻ റെഡ്ഡിക്ക് 300 വോട്ടുകൾ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. കാരണം ഇന്നലെ 5 മണിക്ക് വോട്ടെടുപ്പ് പൂർത്തിയായതിനു ശേഷം AICC ജനറൽ സെക്രട്ടറി JR രമേശിന്റെ ഭാഗത്തുനിന്നുണ്ടായ പ്രതികരണം, ആ പ്രതികരണമാണിപ്പോൾ വോട്ട് ചോർന്നു എന്ന സ്ഥിരീകരണത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്. കാരണം ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. 315 MP-മാരും വോട്ട് ചെയ്തു എന്ന പ്രതികരണമാണ് JR രമേശിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. സാധാരണഗതിയിൽ ആർക്ക് വോട്ട് ചെയ്തു എന്ന് കണ്ടെത്താൻ കഴിയില്ല. പക്ഷേ JR രമേശ് ഇക്കാര്യം പറഞ്ഞത് 315 MP-മാർ, ഇന്ത്യ സഖ്യത്തിന് MP-മാർ ഒന്നടങ്കം ഒറ്റക്കെട്ടായി വോട്ട് ചെയ്തു എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ സുദർശൻ റെഡ്ഡിക്ക് ലഭിച്ചത് 300 വോട്ടുകൾ മാത്രമാണ്. 15 വോട്ടുകൾ അസാധുവായിട്ടുണ്ട്. എങ്കിൽ പോലും കൂടുതലായി എങ്ങനെ CP രാധാകൃഷ്ണൻ വോട്ട് ലഭിച്ചു എന്നുള്ളതാണ് ചോദ്യം. കാരണം 427 NDAയുടെ അംഗബലം. ഇതുകൂടാതെ YSR കോൺഗ്രസിന്റെ 11 അംഗങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ പോലും 438 എന്ന കണക്കിലേക്ക് മാത്രമേ NDA എത്തുന്നുള്ളൂ. പക്ഷേ അതാണിപ്പോൾ 452 ആയിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ CP രാധാകൃഷ്ണൻ ജയിക്കുമായിരുന്ന തെരഞ്ഞെടുപ്പായിരുന്നു ഇത്. കാരണം 2002-ൽ ബൈരോൺ സിംഗ് ഷെഖാവത്താണ് 149 വോട്ടുകൾക്ക് അന്ന് സുശീൽ കുമാർ ഷിൻഡെയെ പരാജയപ്പെടുത്തിയത്. പക്ഷേ അങ്ങനെയല്ല, വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ, ഏതാണ്ട് 3 വോട്ടുകൾ കൂടുതൽ നേടിക്കൊണ്ട് 152 എന്ന നിലയിലേക്ക് കൂടി എത്തിയിരിക്കുകയാണ്. ഏതായാലും കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾ എത്തിയിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ നിന്നും ജാർഖണ്ഡിൽ നിന്നും വോട്ടുകൾ ചോർന്നു എന്ന നിഗമനത്തിലേക്കാണ് എത്തുന്നത്. കാരണം ഈ രണ്ടിടങ്ങളിലും CP രാധാകൃഷ്ണൻ ഗവർണറായിരുന്നു. അവിടെയുള്ള രാഷ്ട്രീയ കക്ഷികളുമായി നല്ല ബന്ധം അദ്ദേഹം പുലർത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ ശിവസേനയുടെ വോട്ട് ഒരുപക്ഷെ പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ NCPയിൽ നിന്ന് വോട്ട് പോയിട്ടുണ്ടാകാം എന്നൊരു പ്രതികരണം അല്ലെങ്കിൽ നിഗമനത്തിലേക്കൊക്കെ തന്നെ കോൺഗ്രസ് എത്തുന്നുണ്ട്. എന്നാൽ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിലെ അരവിന്ദ് സാവന്ത് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് ഒറ്റക്കെട്ടായാണ് വോട്ട് ചെയ്തത്, അത്തരമൊരു നടപടി ശിവസേനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന പ്രതികരണം കൂടി അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഏതായാലും ആർക്ക് വോട്ട് ചെയ്തു എന്ന കാര്യങ്ങളൊക്കെ കണ്ടെത്തുക കഴിയില്ല. എങ്കിൽ പോലും വോട്ട് ചോർന്നു എന്ന് ഉറപ്പിക്കുന്നുണ്ട് കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾ. ഒപ്പം ആം ആദ്മി പാർട്ടിയുടെ നിലപാടും ഇക്കാര്യത്തിൽ നിർണായകമായിരുന്നു. ആം ആദ്മി പാർട്ടി ഇന്ത്യ സഖ്യത്തിനൊപ്പം നിൽക്കുന്നുവെന്ന് ആദ്യം മുതൽ ആവർത്തിച്ച് പറഞ്ഞാണെങ്കിൽ പോലും അവരുടെ വോട്ടുകളിലും വിള്ളലുണ്ടായേക്കാം, ചോർന്നിട്ടുണ്ടാകാം എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് ഇന്ത്യ സഖ്യം ഇപ്പോൾ ഉള്ളത്. ഏതായാലും BJPയെ സംബന്ധിച്ച് ആശ്വാസം നൽകുന്നതും ആത്മവിശ്വാസം നൽകുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. പ്രത്യേകിച്ച് ബീഹാറിലടക്കം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ, കാരണം പ്രതീക്ഷിച്ചതും വലിയൊരു വിജയം BJP നേടിയ സാഹചര്യത്തിൽ അത് BJPക്ക് ആത്മവിശ്വാസം നൽകും, കേന്ദ്രത്തിന് ആത്മവിശ്വാസം നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആര്യ, ER രാഗേഷാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.